വർക്ക് അറ്റ് ഹോം ആയാലും വർക്ക് അറ്റ് സ്റ്റുഡിയോ ആയാലും സിസ്റ്റത്തിൽ നിന്നും കണ്ണെടുക്കാതെ ദിയയിരിക്കും. മുഖത്ത് പാട് വരികയോ കണ്ണിന് ക്ഷീണമോ തോന്നില്ല. ജെസൽ ഒപ്റ്റിക്കൽസിന്റെ അൺലിമിറ്റഡ് ഫ്രെയിമുകളിൽ നിന്നും മുഖത്തിന് അനുയോജ്യമായ കണ്ണടയാണ് ദിയ തിരഞ്ഞെടുത്തിരിക്കുന്നത്. തിരഞ്ഞെടുക്കാൻ യഥേഷ്ട മോഡലുകൾ, എല്ലാ പ്രമുഖ ബ്രാൻഡഡ് ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ്, ഏറ്റവും കുറഞ്ഞ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജെസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. കോട്ടുവള്ളി പഞ്ചായത്തിൽ റോഡ് ദുരന്തം, 8 വീട്ടുകാർക്ക് കടന്നു പോകാനാവാതെ ദുരവസ്ഥ. പറവൂർ താലൂക്ക് കൊട്ടുവള്ളി ഗ്രാമപഞ്ചായത്ത് 11-ാം വാർഡിൽ പ്രായമായവരും രോഗികളും ചെറിയ കുട്ടികളും അടങ്ങുന്ന 8 വീട്ടുകാർ കുറെ കാലമായി അനുഭവിക്കുന്ന വഴിപ്രശ്നമാണിത്. ഒന്നോ രണ്ടോ മഴയ്ക്ക് തന്നെ നടക്കാനോ വണ്ടി യാത്ര ചെയ്യാനോ പറ്റാത്ത വിധം റോഡിൽ ചെളിവെള്ളം നിറയുന്നു. സ്വകാര്യ വ്യക്തിയുടെ വക പ്ലോട്ടുകൾ വാങ്ങി വീട് വെച്ച് താമസിക്കുന്നവർക്കാണ് ഗതികേട്. 8-10 വർഷം മുമ്പ് 3 വീട്ടുകാർ ഈ റോഡ് ഉപയോഗിക്കുന്നതിന് മാത്രമായും 1 വീട്ടുകാർ വീട് വയ്ക്കുന്നതിനും സ്ഥലം വാങ്ങി. 6 വർഷമായി മറ്റു 3 വീട്ടുകാരും സ്ഥലം വാങ്ങി വീട് വെച്ചു. ഒരാൾ ഒരു പ്ലോട്ട് വാങ്ങി ഒന്നും ചെയ്യാതെ ഇട്ടിരിക്കുന്നു. സ്ഥലം വാങ്ങുന്ന സമയത്ത് എല്ലാവരോടും റോഡ് നന്നാക്കി തരാമെന്നും അതിന്റെ പ്രവേശന ഭാഗത്ത് വാച്ച്മാനെ ഏർപ്പാട് ചെയ്തു തരാമെന്നും എല്ലാവരോടും പറഞ്ഞിട്ടുള്ളതായിരുന്നെന്നും ഇവർ പറയുന്നു. ഇന്നുവരെ അത് ചെയ്തില്ലെന്നും ഇവർ ആക്ഷേപിക്കുന്നു. സ്ഥലം തന്നു വഴിക്ക് 5.5 ലക്ഷം രൂപ പുള്ളി മേടിച്ചത്. ഇന്ന് വരെയും വഴി ശരിയാക്കി തന്നെ റോസ്വെല്ലിൽ അടിക്കുക എല്ലാം അടിക്കുന്ന മഞ്ഞ വഴി ശരിയാക്കി തന്നാണ്. ഇന്ന് വരെ തന്നിട്ടില്ല. ഈ വീടാണ് ജപ്തി ചെയ്ത് വഴിക്കുന്നത്. ഇത് ഞങ്ങളുടെ വീടും ജപ്തി ചെയ്യാണ്ട് റെഡിയാക്കിയിട്ടുണ്ട്. 10-15 സെന്റ് സ്ഥലമുണ്ട്. ഈ വഴിയിൽ വന്നിട്ട് അത് മനുഷ്യൻ മേടിക്കണതാണ്. നമ്മൾ എന്താ ചെയ്യുന്നതിനെ പറ്റി? പിന്നെ ഞങ്ങൾ ചെയ്യാന്ന് വിചാരിച്ചു, സ്വയം കുറച്ച് എല്ലാവരും കൂടി ചെയ്യാന്ന് വിചാരിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, നിങ്ങൾ മാനിപ്പുലേഷൻ ഓഫ് ദ റോഡ്, വയലേഷൻ ഓഫ് മൈ റോഡാണ്. അപ്പൊ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കും, നിങ്ങൾ 6 മാസം ജയിലിൽ പോകേണ്ടി വരും എന്നൊരു 2 പ്രാവശ്യം പറഞ്ഞു. 3ാമതൊരു വർഷം ഞങ്ങള് 9 കൊല്ലമായി ഈ സ്ഥലം വാങ്ങിച്ചിട്ട്. അപ്പൊ ഇതിലുള്ള വഴി ഞങ്ങൾക്ക് അന്നേരം നല്ല കറക്റ്റായിട്ട് കണ്ടീഷനാക്കി തരാമെന്ന് പറഞ്ഞ വഴിയാണ്. പക്ഷെ ഈ വഴി കിടക്കുന്നത് ചെളിയും വെള്ളമായിട്ടാണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ ആർക്കും നടക്കാൻ തന്നെ പറ്റാത്ത അവസ്ഥയിലാണ് ഈ വഴി. അപ്പൊ ഇതിന്റെ ഓണർ ഇവിടെ നാരായണൻ എന്ന് പറയുന്ന ഡോക്ടറാണ്. പുള്ളിയോട് ഞങ്ങളെല്ലാം സംസാരിച്ചാണ്. പുള്ളി ഇത് വഴി വിട്ട് പഞ്ചായത്തിന് വിട്ടുകൊടുക്കണമില്ല, പുള്ളി ഞങ്ങൾക്കൊട്ട് ചെയ്യാൻ സമ്മതിക്കുന്നു. എല്ലാവരും ചേർന്ന് കോറി ബിൽഡിംഗ് വേസ്റ്റ് ഇട്ട് റോഡ് പൊക്കിയാൽ കേസ് കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായും പരാതിയുണ്ട്. പഞ്ചായത്തിന് വിട്ടുകൊടുത്താൽ അവർ ഉടൻ ശരിയാക്കാമെന്ന് വാർഡ് മെമ്പർ ഉറപ്പ് നൽകിയതാണ്. ആവശ്യം പറയാൻ ഉടമയെ ചെന്ന് കണ്ടപ്പോൾ അവരോട് ഗെറ്റ് ഔട്ട് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഒച്ചവയ്ക്കാനുണ്ടായെന്നും ആക്ഷേപമുണ്ട്. 12 സെന്റ് സ്ഥലമാണ് റോഡിന് നീക്കിവെച്ചെന്നും അതിന് 65 ലക്ഷം രൂപ വില വേണമെന്നും ഫ്രീ ആയി വിട്ടുകൊടുക്കില്ല എന്നും സ്വകാര്യ വ്യക്തി പറഞ്ഞതായി വീട്ടുകാർ ആരോപിക്കുന്നു. സെന്റിന് 5 ലക്ഷം രൂപ വീതം കൊടുത്താണ് എല്ലാവരും സ്ഥലം വാങ്ങിയത്. ആധാരത്തിൽ 12 അടി വീതിയുള്ള റോഡിന്റെ ഉപയോഗ അവകാശവും തന്നിട്ടുണ്ടെന്ന് പറയുന്നു. ഈ റോഡിന്റെ വശങ്ങളിൽ ഇയാളുടെ വക ഇനിയും വിൽക്കാനുള്ള പ്ലോട്ടുകൾ വഴി നന്നായാൽ ഇന്നത്തെ സാഹചര്യത്തിൽ നല്ല വില കിട്ടുമെന്ന് അറിയാഞ്ഞിട്ടില്ലെന്നും പകരം മനഃപൂർവ്വം ബുദ്ധിമുട്ടിക്കുക എന്നതാണെന്നും ഇവർ പറയുന്നു. റോഡ് പഞ്ചായത്ത് ഏറ്റെടുത്ത് സഞ്ചാരയോഗ്യമാക്കി തരുന്നതിനും മഴവെള്ളം സുഖമായി ഒഴുകിപ്പോകുന്നതിനും വേണ്ട നടപടിയെടുക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. അപ്പോൾ അതിന്റെ ഓരോ പ്രധാന കാര്യം, കപ്പങ്ങ ഉണ്ട് എന്ന് പറഞ്ഞത്, പണിക്കാരൻ ചെന്ന് പറഞ്ഞത് ഡോക്ടർക്ക് കേട്ടത് കപ്പ കൃഷി ചെയ്തിട്ടുണ്ടെന്നാണ്. എന്റെ റോഡിലെ കപ്പ കൃഷി ചെയ്യാൻ പറഞ്ഞേ എന്ന് പറഞ്ഞാൽ ഉറക്ക ഷൗട്ട് ചെയ്തു. അങ്ങനെ ഷൗട്ട് ചെയ്തപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. ഞാനും ചെറുതായിട്ട് ഷൗട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അതിന് റോഡ് സൈഡ് മതിലിനോട് ചേർന്ന് നിൽക്കണം ഈ കപ്പങ്ങ കൊണ്ട് ഒരാൾക്ക് ഒരു പ്രശ്നമില്ല, എനിക്ക് നന്നായിട്ട് അറിയാം എന്നൊക്കെ ഡോക്ടറോട് പറഞ്ഞു. ഡോക്ടർ അവസാനം പറഞ്ഞു, നിങ്ങൾ എന്തെന്നാ വിചാരിച്ചത്? പിന്നെ ഇതിൽ എക്സ്ട്രാ വെള്ളം എന്ന് പറയുന്നത് നമ്മുടെ ആ പറമ്പുകളിലുള്ള വെള്ളം, ഇവരുടെയൊക്കെ വേറെ പ്ലോട്ടുകളിലുള്ള വെള്ളം മഴ പെയ്ത എല്ലാം കൂടി നേരെ ഇങ്ങോട്ടാണ് വരുന്നത്. അപ്പൊ ഇവിടെ വെള്ളം കൂടി കിടക്കുകയാണ്. പിന്നെ ആ റോട്ടിലുള്ള വെള്ളം ഇങ്ങനെ വന്ന് ഇങ്ങോട്ട് വരുമായിരുന്നു. ഞാൻ അവിടെ ഒരു ന്യൂസ് ബ്യൂറോ, പറവൂർ.